ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. കുരുതിക്കളമായി മാറുന്ന നമ്മുടെ റോഡുകൾ. റോഡ് അപകട വാർത്തകളില്ലാതെ ഒരു ദിവസം പോലും നമ്മുടെ പത്രങ്ങൾ ഇപ്പോൾ പുറത്തിറങ്ങാറില്ല. ഈ വർഷം ഒക്ടോബർ വരെ സംസ്ഥാനത്തുണ്ടായത് 40,000-ലേറെ അപകടങ്ങളാണ്. നമ്മുടെ റോഡുകളിൽ പൊലിഞ്ഞതാകട്ടെ 3,000-ൽ പരം ജീവനുകളും. ആലപ്പുഴ കളർകോട് നടന്ന അപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച വാർത്തയുടെ ചൂടാറും മുൻപ് തന്നെ പാലക്കാട് കരിമ്പയിൽ കൊച്ചുകുഞ്ഞുങ്ങളുടെ ജീവനെടുത്ത മറ്റൊരു അപകടവും നാം വായിച്ചറിഞ്ഞു. ഇന്നലെ പത്തനംതിട്ട കൂടൽ മുറിഞ്ഞകലിൽ കാറും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നഷ്ടമായത് 4 ജീവനുകളായിരുന്നു. കോന്നി മല്ലശ്ശേരി സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. ജീവൻ നഷ്ടമായവർക്ക് കണ്ണീർ പ്രണാമം. നമ്മുടെ റോഡുകളിലെ യാത്ര എത്രത്തോളം സുരക്ഷിതമാണ്? സുരക്ഷിതമായ റോഡ് ഉപയോഗ രീതികൾ മലയാളി എന്ന് ശീലിച്ചു തുടങ്ങും. നിരത്തിലിറങ്ങിയാൽ അത് വാഹനത്തിലോ നടന്നോ ആകട്ടെ, തിരിച്ച് വീടണയുന്നത് ഭാഗ്യമായി കണക്കാക്കുന്ന രീതി ഒട്ടും ആശ്വാസകരമല്ല. റോഡുകൾ മരണക്കിണറുകളാകാതെയിരിക്കാൻ ഭരണകൂടത്തെ പോലെ തന്നെ പൌരന്മാരായ നമുക്കും ചുമതലയുണ്ട്. സാക്ഷരതയിലടക്കം ലോക നിലവാരം പുലർത്തുന്ന മലയാളി പക്ഷേ റോഡുകളിലെന്തേ അശ്രദ്ധ തുടരുന്നു? ദിനം പ്രതി പത്രമാധ്യമങ്ങളിൽ കാണുന്ന അപകട വാർത്തകൾ കണ്ടിട്ടും നാം എന്തുകൊണ്ടാണ് ജാഗരൂകരാകാൻ മടിക്കുന്നത്? വാഹനങ്ങളുടെ റിയർവ്യൂ മിററിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്: കണ്ണാടിയിൽ തെളിയുന്ന വസ്തുക്കൾ നിങ്ങൾ കരുതുന്നതിലും അടുത്താണ് എന്ന്. റോഡ് അപകടങ്ങളിലും ഇതേ വാചകം ഉപയോഗിക്കാവുന്നതാണ് എന്ന് കരുതാം. നാം കാണുകയും കേൾക്കുകയും വായിച്ചറിയുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മുടെ കുടുംബത്തിൽ നടന്ന ഒരു സംഭവമായി മാറാൻ അധിക സമയം വേണ്ട എന്ന് തന്നെ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി പൊതുവഴി ഉപയോഗിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ തിരിച്ച് എത്തുന്നതുവരെ നമ്മുടെ കണ്ണും കാതും തുറന്നിരിക്കണം. അശ്രദ്ധമായ ഡ്രൈവിംഗോ അതിനിടയിൽ ലഹരി ഉപയോഗമോ പാടേ പാടില്ല. സംസ്ഥാനത്ത് തുടർച്ചയായി റോഡപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ നാളെ ഉന്നതതല യോഗം ചേരുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇന്നലെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. വാഹനങ്ങൾ ലൈൻ ലംഘിക്കുന്നത് അപകടകരമായി മാറാറുണ്ടെന്നും സ്വിഫ്റ്റ് ബസ് ഡ്രൈവർമാർക്കുൾപ്പെടെ കൃത്യമായ പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഉറക്കം വന്നാൽ ഉറങ്ങുക എന്ന ഡ്രൈവിംഗ് സംസ്കാരം നമുക്കിടയിൽ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. അരമണിക്കൂർ താമസിക്കും എന്നതിന്റെ പേരിൽ പലപ്പോഴും ഉറങ്ങാതെ വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത് വലിയ അപകടങ്ങൾക്കാണ് വഴി തുറക്കുക എന്നും ഗതാഗത മന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, നന്നായി ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കണം. ഇപ്പോൾ റോഡുകൾ നന്നായപ്പോൾ നമ്മൾ അതിനെ കുറ്റം പറയേണ്ടതില്ല. അതിൽ ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി ഇപ്പോൾ പാലക്കാട് സംഭവിച്ചതുള്ള റോഡിൻ്റെ ഒരു അപാകതയുണ്ട്, അത് പരിഹരിക്കേണ്ടതുണ്ട്. പാലക്കാട് നടന്ന അപകടം കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല, അത് അപകടകരമായ ഒരു പ്രശ്നമായിരുന്നു. അതല്ലാതെ മറ്റ് സംഭവിക്കുന്ന അപകടങ്ങളിൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇക്കാര്യം നമ്മൾ പഠിക്കുകയും പരിശോധിക്കുകയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ ഡ്രൈവ് നടത്താൻ നമ്മൾ ശ്രമിക്കുന്നു. IIT ഡൽഹിയിലെ ട്രിപ്പ് സെന്റർ പുറത്തുവിട്ട ഇന്ത്യ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി 2024 കണ്ടെത്തലുകൾ അതീവ ഗൌരവ സ്വഭാവം ഉള്ളതാണ്. നമ്മുടെ കണ്ണും കാതും തുറപ്പിക്കേണ്ട ഒന്ന്. 2021 നമ്മുടെ രാജ്യത്തെ മരണങ്ങളിൽ 13ാമത്തെ പ്രധാന കാരണം റോഡ് അപകടങ്ങളായിരുന്നു. 2030 റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന UN ലക്ഷ്യം പൂർത്തീകരിക്കാൻ രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങൾക്കും കഴിയില്ലത്രേ.
1990 സ്വീഡൻ അടക്കമുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു ഇന്ത്യൻ പൌരൻ റോഡ് അപകടം മൂലം മരിക്കാനുള്ള സാധ്യത 40 കൂടുതലെങ്കിൽ 2021 ആയപ്പോഴേക്കും ഇത് 600% വർദ്ധിച്ചിരിക്കുകയാണ്. നാടുവിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഭൂരിഭാഗം മലയാളികളും ആദ്യം ക്ലേശിക്കുന്നത് അന്നാട്ടിലെ റോഡ് ഉപയോഗത്തിലാണ്. എന്നാൽ അവിടുത്തെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് കഴിയുമ്പോഴോ സുരക്ഷിത യാത്ര എന്നത് അവരും ശീലിച്ചു തുടങ്ങുന്നു. അയർലൻഡിൽ സ്ഥിരതാമസമാക്കിയ സൂര്യ ഗിരീഷ് നാട്ടിലെയും അയർലൻഡിലെയും റോഡ് ഉപയോഗ രീതികളെപ്പറ്റി സംസാരിക്കുന്നു. റോഡ് സേഫ്റ്റി കമ്പയർഡ് ടു ഇന്ത്യ ഇവിടെ വളരെ ബെറ്റർ ആണ്. പീപ്പിൾ ഓൾവേസ് ഫോളോ ദ റൂൾസ് എന്നാണ്. സ്പീഡ് ക്യാമറ ഇല്ലെങ്കിൽ പോലും ദേ വിൽ സ്റ്റിക്ക് ഓൺ ടു ദ സ്പീഡ് ലിമിറ്റ്. റോഡിൽ എല്ലാവരും വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ടും വളരെയധികം റൂൾസ് ഫോളോ ചെയ്തിട്ടുമാണ് അവർ വണ്ടി ഓടിക്കുന്നത്. ലെയിൻ റൂൾസ് എന്ന് പറയുന്നത് അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ലെഫ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ലൈൻ എടുക്കണം, നിങ്ങൾ റൈറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ റൈറ്റ് ലൈൻ എടുക്കണം. ഇൻ കേസ് നിങ്ങൾ ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്ന് ഒരു ആക്സിഡൻറ്റിൽ എന്തെങ്കിലും പെട്ടുപോയാലും ഇവിടുത്തെ പോലെ ആക്സിഡന്റ് ആയ ഉടനെ നാട്ടുകാരെല്ലാം കൂടെ ഓടിക്കൂടി നിങ്ങളെ എടുത്ത് പൊക്കിക്കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം യു ആർ നോട്ട് ട്രെയിൻഡ് ഫോർ ദാറ്റ്. ഇവിടുത്തെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ വണ്ടി ഇൻഷുറൻസ് ചെയ്യുന്നത് ഡ്രൈവറിന്റെ പേര് വെച്ചിട്ടാണ്. അതായത് വണ്ടിക്കല്ല ഇൻഷുറൻസ് വരുന്നത്, വണ്ടി ഓടിക്കുന്ന ആളിനെയും കൂടെ ചേർത്തിട്ടാണ് ഇൻഷുറൻസ് വരുന്നത്. ഇപ്പം ഞാൻ പോയി വേറൊരാളുടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അയാൾ ക്ലെയിം ചെയ്യുന്നത് അയാളുടെ ഇൻഷുറൻസിൽ നിന്നല്ല, എൻ്റെ ഇൻഷുറൻസിൽ നിന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പം എൻ്റെ ഇൻഷുറൻസ് ആണ് കൂടുക. അതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെ സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ യാത്രയ്ക്കായി ഭൂരിഭാഗം ജനങ്ങളും ആശ്രയിക്കുന്നത് റോഡുകളെയാണ്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തെ അശ്രദ്ധ പലപ്പോഴും വഴി തുറക്കുന്നത് വലിയ നഷ്ടങ്ങളിലേക്കായിരിക്കും. പൂർണ്ണ ആരോഗ്യമുള്ളവരാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഭൂരിഭാഗവും എന്നത് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നു. കാരണം ഓരോ അപകടവും ഒരു രാജ്യത്തിന്റെ മാനവ വിഭവശേഷിയിലും മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിലും വലിയ ഇടിവാണ് സൃഷ്ടിക്കുന്നത്. റോഡ് സുരക്ഷാ നടപടികൾ സംസ്ഥാനത്ത് കാര്യക്ഷമമാക്കുമെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. നമ്മുടെ റോഡുകൾ എന്തുകൊണ്ടാണ് കുരുതിക്കളങ്ങളായി മാറുന്നത്? ഡ്രൈവർമാരുടെ അശ്രദ്ധ മാത്രമാണോ അപകടങ്ങൾക്ക് വഴി തുറക്കുന്നത്? രാജ്യത്തുടനീളമുള്ള റോഡ് അപകടങ്ങളിൽ 71% വില്ലനായത് അമിത വേഗതയാണ്. 6% മരണങ്ങളാകട്ടെ തെറ്റായ പാത തിരഞ്ഞെടുത്തതിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. മൊത്തം മരണങ്ങളിൽ 2% യാത്രാസമയത്തെ മൊബൈൽ ഉപയോഗത്തിലൂടെയാണ്. എന്നാൽ വ്യക്തിപരമായ ഇത്തരം വീഴ്ചകളോളം തന്നെ പ്രാധാന്യമുള്ള മറ്റ് ചില കാരണങ്ങളുമുണ്ട്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും മതിയായ സുരക്ഷാ നിർദ്ദേശങ്ങളുടെ അഭാവവും അപകടങ്ങൾക്ക് കാരണമായിത്തീരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി വാഹനമോടിക്കാൻ നിർബന്ധിതരാകുന്നതോടെ പലപ്പോഴും യാത്ര ചെന്ന് അവസാനിക്കുന്നത് അപകടത്തിലായിരിക്കും. ഗ്ലോബൽ ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം നടത്തിയ വാഹനങ്ങളുടെ പരിശോധനയിൽ നമ്മുടെ നിരത്തുകളിലെ പല സൂപ്പർ മോഡലുകളും അമ്പേ പരാജയപ്പെട്ടു പോയി എന്നത് നാം പലപ്പോഴും അറിയാതെ പോകുന്നു. എയർ ബാഗുകൾ, സീറ്റ് ബെൽറ്റുകൾ എന്നിവ സർക്കാരുകൾക്ക് പിഴ ഈടാക്കാനുള്ള വഴികളല്ലെന്നും മറിച്ച് അത് യാത്രികരുടെ സുരക്ഷ മുൻനിർത്തിയുള്ളതാണെന്നും നാം എന്നാണ് തിരിച്ചറിയുക? റോഡിന്റെ അവകാശികളായി നാം പലപ്പോഴും കാണുന്നത് വാഹനങ്ങളെയും അതോടിക്കുന്ന വ്യക്തികളെയുമാണ്. അതുകൊണ്ട് തന്നെ വഴിയാത്രക്കാർക്കായി നീക്കം ചെയ്തിരിക്കുന്ന നടപ്പാതകളിൽ പോലും തരിമ്പും ലജ്ജയില്ലാതെ വാഹനമോടിക്കാൻ മലയാളിക്ക് മടിയില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർക്ക് റോഡ് ഉപയോഗം പലപ്പോഴും ഒരു തീരാ സമസ്യയായി മാറുന്നു. ഞങ്ങളുടെ നടപ്പാതകൾ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന ആവശ്യമാണ് തിരുവനന്തപുരം സർവോദയ സെൻട്രൽ വിദ്യാലയ 1ാം ക്ലാസ് വിദ്യാർത്ഥി അദ്വൈത് എമ്മിന് ഉള്ളത്. സുരക്ഷിത യാത്ര എന്നത് കുട്ടികളുടെ അവകാശമാണെന്നും അദ്വൈത് പറയുന്നു. എല്ലാ ദിവസവും ഞാൻ റോഡ് ആക്സിഡന്റിനെ കുറിച്ചാണ് ഞാൻ കേൾക്കുന്നത്. അതില് കുട്ടികൾ പെടുന്ന വളരെ കൂടുതലാണ്. സ്പീഡിലുള്ള ഡ്രൈവിംഗ് റൂൾസ് പാലിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതില് ഫുട്പാത്തിൽ കൂടെ കെയർഫുള്ളായി നടക്കാമെന്ന് വിചാരിച്ചാലോ, ചിലയിടത്ത് ചെടികളാണ്, ചിലയിടത്ത് ഫുട്പാത്തിൽ വണ്ടി പാർക്ക് ചെയ്യും, ചിലയിടത്ത് 2 വീലേഴ്സ് കയറി വരും.
റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സീബ്ര ലൈനില്ല, വണ്ടികൾ ഭയങ്കര സ്പീഡിലും വരും. പേടിച്ചാണ് നമ്മൾ റോഡിൽ കൂടെ നടക്കുന്നത്. അപ്പം റൈറ്റ് സൈഡ് ചേർന്ന് നടക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് പ്ലീസ് എല്ലാരും റോഡ് റൂൾസ് പാലിച്ച് വണ്ടി ഓടിക്കണേ. നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ മാത്രം നമുക്ക് റോഡിൽ കൂടെ നടക്കാനുള്ള കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. ഈ റോഡ് ഞങ്ങളുടെ കൂടെയാണ്. താങ്ക് യു. റോഡ് അപകടങ്ങളിൽ പലപ്പോഴും മരണം സംഭവിക്കുന്നത് യഥാസമയത്ത് ചികിത്സ ലഭിക്കാതെ പോകുന്നതുകൊണ്ടാണ്. അപകടം നടന്ന ശേഷമുള്ള സുവർണ മണിക്കൂർ അഥവാ ഗോൾഡൻ അവർ ഇരയുടെ ജീവൻ നിലനിർത്തുന്നതിനും കാര്യങ്ങൾ സങ്കീർണമാകാതെ നോക്കുന്നതിനും ഏറെ പ്രധാനമാണ്. പക്ഷേ സഹജീവികളോട് കരുണയില്ലാത്തതും നിയമത്തിന്റെ നൂലാമാലകളിൽ പെടാൻ വയ്യ എന്ന സന്ദേഹവും റോഡുകളിൽ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ നമ്മെ പിന്തിരിപ്പിക്കുന്നു. സഹായിക്കാം എന്ന് തീരുമാനിച്ചാൽ തന്നെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നും നമ്മിൽ പലർക്കും ധാരണയില്ല. അപകടത്തിൽപ്പെട്ടവരെ വേഗം തന്നെ ആശുപത്രികളിൽ എത്തിക്കുക എന്നത് പാഠ്യപദ്ധതിയുടെ തന്നെ ഭാഗമാക്കി വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. നമ്മുടെ റോഡുകളും റോഡ് ഉപയോഗവും എത്രത്തോളം ഭിന്നശേഷി സൗഹൃദമാണ്. ജീവിതത്തോട് പടവെട്ടി ഏറെ പണം ചിലവിട്ട് വാഹനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി നിരത്തിലിറങ്ങുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളെ അവരർഹിക്കുന്ന സ്നേഹത്തോടെ ചേർത്തു പിടിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ? നമ്മുടെ റോഡ് സംസ്കാരം അതിന് നമ്മെ അനുവദിക്കുന്നുണ്ടോ? തിരുവനന്തപുരം സ്വദേശി മിഥുൻ തോമസ് തരങ്കിണിയോട്. ഞാൻ അഡാപ്റ്റബിൾ വെഹിക്കിൾ ആണ് ഓടിക്കുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇങ്ങനത്തെ വണ്ടി ഓടിക്കുമ്പോൾ പുറകില് വണ്ടി പെട്ടെന്ന് വന്ന് ഹോൺ അടിക്കുന്നുള്ള ഹെസിറ്റേഷൻ ഉണ്ട്. രണ്ടാമത്തെ ഇഷ്യൂ, ഓട്ടോ ചേട്ടന്മാരും ചേച്ചിമാരും പെട്ടെന്ന് ഒരു സവാരി എടുക്കാൻ വേണ്ടിയിട്ട് സിഗ്നൽ ഇല്ലാതെ ഒന്ന് പെട്ടെന്ന് ഇത് സ്റ്റോപ്പ് ചെയ്യുക. പ്രൈവറ്റ് വെഹിക്കിൾസ് എസ്പെഷ്യലി 2 വീലേഴ്സ് ഒരു ഹാൻഡ് ജസ്റ്റർ സിഗ്നൽ ഇല്ലാതെ പെട്ടെന്ന് ലെഫ്റ്റ് റൈറ്റ് എടുക്കുക. അതൊരു ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നു. സ്വിഗ്ഗി സൊമാറ്റോ പോകുന്നവര് ഗ്യാപ്പില്ലാത്ത സ്പേസിൽ കൂടെ എല്ലാം വണ്ടിയെല്ലാം എടുത്തുകൊണ്ട് പോകുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ഞാൻ കണ്ടിട്ടുണ്ട്. പാർക്കിംഗ് സ്പേസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യത്തോടെ ഞാൻ പറയുന്നു, എല്ലാ സ്ഥാപനങ്ങളിലും ഒരു പാർക്കിംഗ് സ്പേസ് നമ്മുടെ അഡാപ്റ്റബിൾ വെഹിക്കിൾ അവർക്ക് വേണ്ടി റിസർവ്ഡ് ആണ്. പക്ഷെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു റിസർവ്ഡ് കാറ്റഗറിക്കുള്ളവർക്ക് അത് റിസർവ്ഡ് ആയിരിക്കും, പക്ഷെ അവിടെ വേറെ ആരെങ്കിലും ആയിരിക്കും പാർക്ക് ചെയ്യുക. അത് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ലോകബാങ്കിന്റെ കണക്കുകൾ പ്രകാരം റോഡപകടത്തോടെ ഒരു കുടുംബത്തിന്റെ വരുമാനത്തിൽ 50% ഇടിവ് സംഭവിക്കുന്നു. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച KS രാധാകൃഷ്ണൻ പാനൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് പ്രാധാന്യം വരുന്നത് ഇത്തരുണത്തിലാണ്. പൊതുഗതാഗത സൌകര്യങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ അപകട മരണത്തോത് പൊതുവെ കുറവാണ് എന്ന് കാണാം. ഒരു വ്യക്തി അയാളുടെ ആയുസ്സിൽ നേടിയെടുത്ത അനുഭവങ്ങളുടെയും വിദ്യാഭ്യാസത്തിന്റെയും പൗരബോധത്തിന്റെയും ആകെത്തുകയാണ് റോഡിലെ ശീലങ്ങൾ. ഒരു തരത്തിൽ റോഡിലെ നമ്മുടെ പെരുമാറ്റം അർത്ഥമാക്കുന്നതും സൂചിപ്പിക്കുന്നതും ഒരു വ്യക്തി എന്ന നിലയിലുള്ള നമ്മുടെ സ്വഭാവത്തിന്റെ വളർച്ചയാണ്. ആയതിനാൽ അപകടങ്ങൾ സൃഷ്ടിക്കാതെയും സുരക്ഷിതമായി യാത്ര ചെയ്തും അപകടത്തിൽപ്പെടുന്നവരെ ചേർത്ത് പിടിച്ചും സുരക്ഷിതമായ ഒരു ഗതാഗത സംസ്കാരം വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. സുരക്ഷിത യാത്ര എന്നത് നമ്മുടെ അവകാശം മാത്രമല്ല, ഉത്തരവാദിത്വവുമാണ്. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9:00.